മൂന്നാമത്തെ ആസ്പിരിൻ എടുത്ത് കഴിക്കുന്ന അയാളെ കണ്ടുകൊണ്ടാണ് കൊളീഗ് അയാളുടെ അടുത്തെത്തിയത്. ഇങ്ങനെ കഴിച്ചാൽ ഇത് അധികകാലം നിനക്ക് കഴിക്കേണ്ടി വരില്ല. വേദന കാരണം വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഡെഡ് ലൈനിന് മുന്നേ റിപ്പോർട്ട് കൊടുക്കണ്ടേ? അയാൾ അവനോട് തിരിച്ചു ചോദിച്ചു. അല്ല, നീ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി? ആസ്പിരിൻ റീസ്റ്റോക്ക്ഡ്. എടാ, എനിക്ക് തോന്നുന്നത് ജോലിയും അതിൻ്റെ സ്ട്രെസ്സും ഒക്കെ കൊണ്ടാണ് നിനക്ക് ഈ തലവേദന വിട്ടുമാറാത്തതെന്നാ. നീ ഒരു കാര്യം ചെയ്യ്, ഈ വീക്കെൻഡ് എൻ്റെ കൂടെ വാ. എങ്ങോട്ട്? അയാൾ തിരിച്ചു ചോദിച്ചു. എടാ, എൻ്റെ നാട്ടിലേക്ക് പോകാം. അവിടെ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. നീ തെയ്യം കണ്ടിട്ടില്ലല്ലോ? ഇല്ല എന്ന ഭാവത്തിൽ അയാൾ തലയാട്ടി. എന്നാ നമുക്ക് പോയാലോ? അയാളുടെ ഉത്തരത്തിന് കാത്തു നിൽക്കാതെ കൊളീഗ് നടന്നകന്നു. ഒരുപക്ഷെ അവൻ പറയുന്നത് കാര്യമായിരിക്കും. ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിന്നാൽ ഒരുപക്ഷെ എനിക്ക് ചെറിയ ആശ്വാസമുണ്ടാവും. എന്നാൽ പോയേക്കാം. ആത്മകഥം പറഞ്ഞുകൊണ്ട് അയാൾ ജോലിയിൽ മുഴുകി. വാരാന്ത്യത്തിൽ സുഹൃത്തിനൊപ്പം ട്രെയിൻ കയറുമ്പോൾ പ്രത്യേകിച്ചൊന്നും തന്നെ അയാളെ മതിക്കുന്നുണ്ടായില്ല. ജനൽപ്പാളിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി അയാൾ അങ്ങനെയിരുന്നു. മഴ പെയ്തു തോർന്ന അന്തരീക്ഷവും കാർമേഘാവൃതമായ ആകാശവും പാടവും പുഴയും ഒക്കെയായി പ്രകൃതി ഭംഗി അതിൻ്റെ മൂർത്തീഭാവത്തിൽ അയാൾക്ക് മുമ്പിൽ അനാവൃതമായി. ഈ കാഴ്ചകൾ തന്ന കുളിർമയിൽ അയാൾ എപ്പോഴോ മയങ്ങിത്തുടങ്ങിയിരുന്നു. എടാ എടാ, എഴുന്നേക്ക്, സ്റ്റേഷനെത്തി. സുഹൃത്തിൻ്റെ വിളി കേട്ടാണ് അയാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്. അവർ അങ്ങനെ തമാശകൾ പറഞ്ഞ് സ്റ്റേഷന് വെളിയിലെത്തിയപ്പോഴേക്കും മുമ്പെങ്ങുമില്ലാത്ത പോലെ അയാൾക്ക് വേദന അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു. അത് വകവയ്ക്കാതെ അയാൾ തൻ്റെ സുഹൃത്തിൻ്റെ നാട്ടിലേക്കുള്ള ബസ് പിടിച്ചിരുന്നു. വൈകുന്നേരം അമ്പലത്തിലെ ഉത്സവം കാണാൻ അയാളും പോയി. ആളുകൾ തിരമാല പോലെ ആ തുറന്ന സ്ഥലത്തേക്ക് തടിച്ചുകൂടുന്നുണ്ടായിരുന്നു. ചുറ്റും മിന്നുന്ന ടോർച്ചുകൾ നിലത്ത് വിറയ്ക്കുന്ന നിഴലുകൾ വീഴ്ത്തി. അന്തരീക്ഷത്തിൽ വിയർപ്പിൻ്റെയും പുകയുടെയും കർപ്പൂരത്തിൻ്റെയും കൂടാതെ ഇരുമ്പിൻ്റെയും ചാരത്തിൻ്റെയും ഒരു പഴയ ഗന്ധം തങ്ങി നിൽപ്പുണ്ടായി. ചെണ്ടകൾ മുഴങ്ങാൻ തുടങ്ങി. ആദ്യം സാവധാനം, പിന്നെ വേഗത്തിൽ. അതിനൊരിക്കലും ഒരു സംഗീതത്തിൻ്റെ താളമല്ലായിരുന്നു, മറിച്ച് ഒരു ഹൃദയമിടിപ്പിൻ്റെ താളമായിരുന്നു. ഉയരമുള്ള കടും ചുവപ്പ് നിറത്തിലുള്ള തീജാല പോലെ ആടുന്ന കിരീടം തലയിലേന്തി തെയ്യം കടന്നു വന്നു. ഒരു മനുഷ്യനല്ലായിരുന്നു അത്, മറിച്ച് ശരീരത്തിൽ ഒതുക്കി നിർത്തിയ ഒരു കൊടുങ്കാറ്റായിരുന്നു. മുഖത്ത് പൂശിയ ചായങ്ങളിൽ ഓരോ വരയും പുരാതനവും വൈദ്യുത പ്രഭാവമുള്ളതുമായിരുന്നു. കണ്ണുകൾ ചിമ്മുന്നേ ഉണ്ടായില്ല, അവ തുറച്ചു നോക്കുകയായിരുന്നു. ആ കണ്ണുകളിൽ ഒരു വിശാലമായ ദൈവികമായ വെളിച്ചം നിറഞ്ഞു നിന്നു. അന്തരീക്ഷത്തിന് മാറ്റം വരാൻ തുടങ്ങി. സ്ത്രീകൾ ശ്വാസമടക്കി പിടിച്ചു. കുട്ടികൾ അമ്മമാരെ മുറുകെ പിടിച്ചു. ഓരോ ചുവടുകളും ഇടിമുഴക്കം പോലെയായിരുന്നു. വായുവിൽ ആകെ ഒരു അലർച്ച മുഴങ്ങി കേട്ടു. മനുഷ്യൻ്റേതോ മൃഗത്തിൻ്റേതോ അല്ലാത്ത ഒരലർച്ച. അത് ചർമ്മത്തിനെയും അസ്ഥിയെയും കീറിമുറിച്ചു നെഞ്ചിലേക്ക് നേരിട്ട് തുളച്ചു കയറി. ആൾക്കൂട്ടത്തിന് അത് അത്ഭുതമായിരുന്നു. അയാൾക്ക് തിരിച്ചറിഞ്ഞു. അയാളുടെ ഉള്ളിൽ എന്തോ ഉണർന്നു. ഒരോർമ്മ. അയാളുടെ തല വേദനിച്ചു. ശ്വാസം നിലച്ചു. പിന്നെ എല്ലാം ഇരുട്ടിലായി. വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ എന്നും പറയുന്നത് തന്നെയാണ് പറയാനുള്ളതും. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും, എൻ്റെ തെറ്റുകളായാലും കുറ്റങ്ങളായാലും എല്ലാം കമൻറ്റ് ബോക്സിൽ ഓപ്പണായിട്ട് കമൻറ്റ് ചെയ്യുക. ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. കഥകളും പുസ്തകങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. താങ്ക് യു.